ഡോക്ടർ വന്ദനദാസ് കൊലക്കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കോടതി. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് സന്ദീപ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. ശിക്ഷ വ്യാഴാഴ്ച വിധിക്കും. ഡോക്ടർ വന്ദനദാസ് കൊലക്കേസിലാണ് പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയത്. ശിക്ഷ വ്യാഴാഴ്ച വിധിക്കും. കേസിൽ 70-ലധികം സാക്ഷികളെയാണ് വിസ്തരിച്ചത്. 22 തൊണ്ടിമുതലുകളും 207 രേഖകളും ഹാജരാക്കി. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കലാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത്. തീർച്ചയായും ഈ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, കൊല ചെയ്യപ്പെട്ട വ്യക്തി ഒരു പാവപ്പെട്ട ഒരു ഹെൽപ്ലെസ് ഈ സഹായിക്കാൻ വേണ്ടി വന്ന ഒരു സ്ത്രീയാണ്. വെളുപ്പിനെ 4 മണിക്ക് സ്വന്തം ആശുപത്രിയിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടർ, തനിക്ക് മുമ്പിൽ വന്ന ഒരു പേഷ്യന്റിനെ ചികിത്സിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന ഡോക്ടർ, ആ ഡോക്ടറെ തന്നെ ആ പേഷ്യന്റ് കൊലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത് അപൂർവങ്ങളായി എത്തേണ്ടതാണ്, അല്ലെങ്കിൽ കണക്കൂട്ടേണ്ടതാണ് എന്നുള്ള വാദമാണ് പ്രോസിക്യൂഷൻ ഉള്ളത്. രണ്ടാമത്, ഇപ്രകാരം ഒരു കുറ്റകൃത്യം നടത്തുന്നതിന് വേണ്ടി പ്രതി തിരഞ്ഞെടുത്ത വേദി, അതും ഈ കേസിനകത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. കാരണം ഒരു ഹോസ്പിറ്റൽ തന്നെ ഇപ്രകാരം ഒരു വലിയ കുറ്റകൃത്യത്തിന് വേദിയായി കണ്ടെടുത്ത അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത ആ പ്രതിയുടെ പ്രവൃത്തിയും അപൂർവത്തിന്റെ പരിധിയിൽ വരുന്നത് തന്നെയാണ്. കേസ് അന്വേഷിച്ചത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി MM ജോസ് ആയിരുന്നു. നിസ്സഹായ ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഈ കേസിൽ പ്രോസിക്യൂഷനും പോലീസും ഒത്തുചേർന്ന് വളരെ ഇണക്കത്തോടെ ഈ ശ്രമകരമായ ഈ പ്രയത്നത്തെ ബഹുമാനപ്പെട്ട കോടതി അംഗീകരിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിന് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഹാജരായ പ്രതാപ് പടിക്കൽ സാറ് വളരെയധികം അഹോരാത്രം അദ്ദേഹത്തിന്റെ ടീമും വളരെയധികം പ്രയത്നിച്ചു എന്നുള്ളതിന് തെളിവാണ് ഇന്നത്തെ ഈ കോടതിയുടെ ഈ കണ്ടെത്തലുകൾ. കാരണം ഇത് വളരെയധികം ചലഞ്ചിങ് ആയ ഒരു കേസായിരുന്നു. പോലീസ് സംബന്ധിച്ചോളം പ്രത്യേകിച്ച് ഒരു മോട്ടീവ് ഇല്ലാതെ ഒരു പെൺകുട്ടിയെ ഒരു പ്രതി കൊലപ്പെടുത്തുമ്പോൾ അതിലേക്ക് തെളിവുകൾ ശേഖരിക്കുക എന്ന് വളരെ ശ്രമകരമായിരുന്നു. ഇതിലേക്ക് കൊല്ലം ജില്ലാ ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥ നിലയ്ക്ക് എന്നെ ചുമതലപ്പെടുത്തി എന്റെ മേലുദ്യോഗസ്ഥരിൽ അർപ്പിച്ച വിശ്വാസവും എന്റെ കൂടെ ഉണ്ടായിരുന്ന ടീമിന്റെ വളരെ ശ്രമകരമായ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രയത്നത്തിന്റെ ഫലമാണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത്. 2023 മെയ് 10 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ വന്ദനദാസിനെ സന്ദീപ് ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. 3 വർഷം നീണ്ട കോടതി നടപടികൾക്ക് ഒടുവിലാണ് വിധി. കുടവട്ടൂർ സ്വദേശി സന്ദീപിനെ പൂയപ്പള്ളി പോലീസ് വൈദ്യപരിശോധനയ്ക്കായാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് മുറിവ് കെട്ടുന്നതിനിടെ അക്രമാസക്തനായ ഇയാൾ അവിടെ ഉണ്ടായിരുന്ന സർജിക്കൽ കത്രിക കൈക്കലാക്കി പോലീസുകാരെയും കൂടെ വന്നയാളെയും ആക്രമിച്ചു. മറ്റുള്ളവർ ഓടി മാറിയപ്പോൾ ഹൗസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനദാസിന് രക്ഷപ്പെടാനായില്ല. വന്ദനയെ തടഞ്ഞു നിർത്തി നെഞ്ചിലും മുതുകിലും കഴുത്തിലുമായി പലതവണ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. അധികം വൈകാതെ മരണവും സംഭവിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.